അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവർത്തിക്കാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പലർക്കും ചെയ്യാൻ സാധിക്കാത്തതുമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, അതിലൊന്ന് ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അശ്റു തസ്ബീഹാത്ത് വ അശ്റു തഹ്മീദാത്ത് വ അശ്റു തക്ബീറാത്ത്. ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഓരോന്നും 10 വീതം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത് 50 വമിഅ അലൽ ലിസാൻ വ അൽഫുൻ വ 500 ഫിൽ മീസാൻ. നാവിൽ അത് 150 ടോട്ടൽ, എന്നാൽ മീസാനിൽ 1500 പ്രതിഫലമുണ്ടാകും. പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ യുസബ്ബിഹു 33 വ യഹ്മദു 33 വ യുകബ്ബിറു 34. അഥവാ ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 34 തവണ അല്ലാഹു അക്ബർ. അപ്പോൾ എത്രയാണത്? മിഅത്തുൻ അലൽ ലിസാൻ, നാവിൽ 100 തവണ, വ അൽഫുൻ ഫിൽ മീസാൻ, മീസാനിൽ 1000. അപ്പോൾ നേരത്തെ പറഞ്ഞ 1500-ഉം ഈ പറഞ്ഞ 1000-ഉം ടോട്ടൽ 2500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അയ്യുക്കും യുദ്നിബു ഫിൽ യൗമി വൽ ലൈലത്തി അൽഫൈനി വ 500 ദംബ്. ഒരു ദിവസം ആരെങ്കിലും 2500 തെറ്റുകൾ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഈ 2500 നന്മകൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെ മുഴുവൻ മായ്ച്ചു കളയും. ഇനി 2500 തെറ്റുണ്ടെങ്കിൽ അതിനെ വരെ മായ്ച്ചു കളയും. അത്രയും വലിയ പുണ്യമുള്ളതാണ്. പക്ഷേ പലർക്കും ചെയ്യാൻ പറ്റാത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞാൽ പിശാച് വന്നിട്ട് പറയും, ഉദ്കുർ ഹാജത്തെ കഥ വ കഥ, ഇന്നെന്ന ആവശ്യങ്ങളൊക്കെ ഓർത്തോ എന്ന് പറയും. അങ്ങനെ ഈ ദിക്റ് ചൊല്ലാതെ എഴുന്നേറ്റ് പോകും. അപ്പോൾ നമസ്കാര ശേഷം നമ്മൾ പതിവായി ചെല്ലുന്ന 33 തവണയുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അതിൽ ഈ 10 ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ അതിന് പുറമേ ആയിക്കൊണ്ട് തന്നെ ചൊല്ലാം. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്നുള്ളത് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ പറഞ്ഞാൽ 2500 പ്രതിഫലമാണ്. 2500ഓളം പാപങ്ങളെ മായ്ക്കാൻ അത് പര്യാപ്തമാണ്. പിശാച് നമ്മളെ ആ വിഷയത്തിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.